374. ശൃംഗിണാം ശൃംഗവന്നാസ്തി ഛിന്നം വേദാന്തിയോഗിനാം പ്രവൃത്തിർലക്ഷണം തേഷാം കർമ്മചേൽ കർമ്മഠാ ദൃഢം. 375. യോഗജ്ഞാനപ്രസംഗശ്ച കർമ്മകാണ്ഡസ്യ ഖണ്ഡനം ഛിന്നം തേഷാം ഈശസേവാ കർമ്മിണാം ലക്ഷണം ദൃഢം. 376. സത്യാഖ്യാനം സത്യവദം ഛിന്നം നാദൃതഭാഷണം തഥാ യോഗജ്ഞാനശംസാ ഛിന്നം യോഗി വിജാനതാം. ശൃംഗികൾക്ക് ശൃംഗം കൊമ്പ് എന്ന പോലെ വേദാന്തികൾക്കും യോഗികൾക്കും അടയാളമില്ല. അവരുടെ പ്രവൃത്തിയാണ് അടയാളം. അവർക്ക് അജ്ഞാനകർമ്മമുണ്ടെങ്കിൽ അവർ കർമ്മഠന്മാരാണ് നിശ്ചയം. യോഗജ്ഞാന പ്രസംഗവും കർമ്മകാണ്ഡ ഖണ്ഡനവുമാണ് യോഗികൾക്കും ജ്ഞാനികൾക്കും അടയാളം. ഈശ്വരസേവാ കർമ്മങ്ങൾ കർമ്മികളുടെ ലക്ഷണമാണ്, അടയാളമാണ് നിശ്ചയം. സത്യവാന്മാരുടെ ലക്ഷണം സത്യം പറയുന്നതാണ്, അസത്യം പറയുന്നതല്ല. അപ്രകാരം യോഗികളുടെയും ജ്ഞാനികളുടെയും ലക്ഷണം യോഗജ്ഞാന പ്രശംസയാണ്. യോഗശാസ്ത്രങ്ങളെ പഠിച്ച് പ്രസംഗിക്കുന്നത് കേട്ടും എഴുതുന്നത് കണ്ടും അവരെ യോഗി ജ്ഞാനി എന്ന് ഭ്രമിച്ച് ബഹുജനം ദുഃഖകർമ്മങ്ങളിൽ ചാടുന്നു. ആ ഭ്രമ നിവാരണത്തിന് വേണ്ടി ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് അവരുടെ ലക്ഷണം പറഞ്ഞതാകുന്നു. യോഗിക്കും ജ്ഞാനിക്കും ഒരു കൊമ്പ് പ്രകൃതിയിലില്ല. യോഗജ്ഞാന പ്രസംഗവും വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ ഖണ്ഡിക്കാതെ ആദിവടവെന്ന് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ കർമ്മികൾ എന്ന് തന്നെ തീരുമാനിക്കണം എന്ന് സാരം. 377. ഈശസേവാദി കർമാണി യോഗജ്ഞാനാദികാരണം ഇതി ബ്രുവാനജ്ഞാനീന യോഗി കർമ്മഠാഗ്രണീ. ഈശ്വരസേവാദി കർമ്മങ്ങൾ യോഗജ്ഞാനത്തിന് ആദ്യപടിയാണ് എന്ന് പറയുന്നവർ ജ്ഞാനിയും അല്ല, യോഗിയും അല്ല. അവൻ കർമ്മഠ അഗ്രേസരനാകുന്നു. 378. നിഷ്കാമമപിയാഗാദി കർമ്മദുഃഖപ്രദം ദൃഢം യഥാ നിഷ്കാമവദനം അംഗവൈകല്യദുഃഖദം. യാഗാദി കർമ്മം നിഷ്കാമമായിരുന്നാലും ദുഃഖത്തെ നൽകുന്നതാണ് നിശ്ചയം. ഏതുപോലെയെങ്കിൽ നിഷ്കാമമായ പതനം വീഴ്ച അംഗഭംഗം കൊണ്ട് ദുഃഖത്തെ ചെയ്യുന്നത് പോലെ ആർക്കും വീഴണമെന്ന ആശയില്ല. എങ്കിലും നടക്കുമ്പോൾ ചിലപ്പോൾ വീണ് മുട്ടോ മൂക്കോ മുഖമോ മുറിയുന്നു. അത് ദുഃഖമായി തന്നെ ഇരിക്കുന്നു. നിഷ്കാമ വീഴ്ചയായതുകൊണ്ട് സുഖമായിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ മുടന്തന്മാരായി തീരുന്നു, ചിലർ ചാകുകയും ചെയ്യുന്നു. ഈ നിഷ്കാമ പതനം പോലെ തന്നെ നിഷ്കാമ യാഗാദി കർമ്മങ്ങളും അത്ര പറഞ്ഞാൽ പോരാ, വഴിയിൽ തടഞ്ഞ് വീഴുന്നത് മുറിവൈദ്യനെ കൊണ്ട് പൊറുപ്പിക്കുവാൻ കഴിയും. നിഷ്കാമകർമാണ്ട അന്ധകൂപത്തിലുള്ള പതന ദുഃഖം വൈദ്യനെ കൊണ്ടും അജ്ഞാന രോഗ ഡോക്ടർമാരായ ജ്ഞാനയോഗീന്ദ്രന്മാരെ കൊണ്ടും ശമിപ്പിക്കാൻ വിഷമമാണ്. ഇതിന് ദൃഷ്ടാന്തം ഇന്ത്യയും അമ്പലപ്പറമ്പും യോഗജ്ഞാന തിരസ്കാരവും തന്നെ. 379. നാസ്തി നിഷ്കാമകർമ്മി സമോക്ഷകാംക്ഷീ യതസ്തതഃ ഈശ്വരാർപ്പണ കർമാണി കുരുതേധികകാമവാൻ. 380. കർമ്മണ കാരണം കാമകാമാഭാവേന കർമ്മച ദൃശ്യതേ കർമ്മകിഞ്ചിച്ചേൽ കാമബീജഞ്ച വർത്തതേ. നിഷ്കാമകർമ്മി ഇല്ല. നിഷ്കാമകർമ്മി എന്ന് പറയുന്നവൻ അധിക കാമിയാകുന്നു, വലിയ ആശ പിടിപെട്ടവനാകുന്നു. എന്തുകൊണ്ടെന്നാൽ മോക്ഷത്തിൽ മഹാ ആനന്ദ പദവിയിൽ ആശയുള്ളവനാകുന്നു. അതുകൊണ്ടാണ് അപ്രകാരം ഈശ്വരാർപ്പണ കർമ്മത്തെ ചെയ്യുന്നത്. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്താൽ ഈശ്വരപ്രസാദത്താൽ ചിത്തശുദ്ധി വഴിക്ക് ജ്ഞാനമോക്ഷം സിദ്ധിക്കും എന്ന ശ്രുതി കണ്ട് ആശപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് സാരം. കർമ്മത്തിന് കാരണം കാമമാണ്, ആശയാണ്. കാമമില്ലെങ്കിൽ കർമ്മമില്ല. അല്പമെങ്കിലും കർമ്മം കാണപ്പെടുന്നുണ്ടെങ്കിൽ കാമബീജം ആശാബീജവും ഉണ്ട്. വാക്യം ആസ്താം തൽ അതിരിക്കട്ടെ. 381. പൂജാ കാമേ സതീശേപി നിഷ്കാമാ കുരുതേത്യഹോ ഗീതാ വദന്തി മർത്യാ
കിം വിരക്തോ ഈശ്വരാദപി. ഈശ്വരൻ കൂടി പൂജയെ കാമിക്കുമ്പോൾ നിഷ്കാമന്മാരായി കർമ്മങ്ങളെ ചെയ്യുവിൻ എന്ന് ഗീത പറയുന്നു. മനുഷ്യർ ഈശ്വരനേക്കാൾ വിരക്തന്മാരാണോ? ആശയറ്റവരാണോ? ആശ്ചര്യം! ഇവരുടെ ഈശ്വരന് ആശ ആവാമെന്നും മനുഷ്യർക്ക് ആശ അരുതെന്നും ഉപദേശിക്കും. ഈശ്വരനോടല്ലോ ഇങ്ങനെ ഉപദേശിക്കേണ്ടത്? ഭഗവാന് ക്ഷുൽപിപാസാദി ബാധകളുമില്ല. ഡാംഭികന്മാരെപ്പോലെ നമ്മെ പൂജിക്കണമെന്ന അഭിമാനവുമില്ല. ലോകപിതാവാണെന്ന് അങ്ങൊന്ന് പറയുന്നത് കൊണ്ട് ലോകരെ സർവപ്രകാരത്തിലും രക്ഷിപ്പാൻ കടപ്പെട്ടവനുമാണ്. ഈ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി മയങ്ങി ദുഃഖിക്കുന്ന സന്താനങ്ങളോട് പ്രതിഫലത്തെ കാക്ഷിക്കാതെ അവരെ ആനന്ദക്കരയ്ക്ക് കയറ്റേണ്ടതാണ്. തൻ്റെ കുട്ടി കുളത്തിൽ വീണ് മുങ്ങിച്ചാകുന്നത് കണ്ടാൽ പിടിച്ചു കയറ്റിവിടാത്ത പിതാവ് ആരാ ഉള്ളത് എന്ന് ഈശ്വരന് ഉപദേശിച്ചാൽ എത്ര ഉപകാരമായിരുന്നു. നിഷ്കാമകർമ്മങ്ങളെ ചെയ്യുവാനും വിരക്തന്മാരായി ഭവിപ്പാനും മനുഷ്യന്മാരെ ആണോ ഹിംസിക്കേണ്ടത്? 382. വിരക്താനാം കിമർത്ഥം സാഹിംസായാഗാദി ദുഷ്ക്രിയ അജ്ഞാനദുഃഖദേശസ്യ സമ്പൂർണസ്യാപി കിം തയാ. അജ്ഞാനത്തെയും ദുഃഖത്തെയും കൊടുക്കുന്ന ഹിംസ യാഗാദിക്രിയ വിരക്തന്മാർക്ക് എന്തിന്? ആ ദുഷ്ക്രിയ കൊണ്ട് സമ്പൂർണനായിരിക്കുന്ന ഈശ്വരന് എന്ത് പ്രയോജനം? വിരക്തന്മാർക്കും ഈശ്വരനും ഉപകാരമില്ലാത്ത യാഗാദിക്രിയ അജ്ഞാന ദുഃഖത്തെ വർദ്ധിപ്പിപ്പാൻ മാത്രം കൊള്ളാം എന്ന് സാരം. 383. ശ്രീകൃഷ്ണ ഭഗവത്ഗീത വ്യാഖ്യാനം ബഹുഭികൃതം സർവേപി കർമ്മഠാസ്തേഷു കശ്ചിദ്യോഗേന ദൃശ്യത്തെ. 384. വ്യാഖ്യാനം കർമ്മകാണ്ഡേന പൂരിതം ബഹുവിസ്തൃതം തേന തേഷാം കർമ്മഠത്വം വ്യാഖ്യാതം പ്രൗഢപണ്ഡിതൈ. 385. യോഗാനന്ദഭുജസ്തേ ചേന്ദ്രാജയോഗ വിരാജിതാം ഗീതാവ്യാഖ്യാച്ഛിന്ന കർമ്മകാണ്ഡാം കുര്യൻ ന സംശയ. ഭഗവത്ഗീതയെ അനേകം പേർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവരെല്ലാം കർമ്മികൾ. യോഗിയായിട്ട് ഒരുവനെയും കാണുന്നില്ല. വളരെ വിസ്തരിച്ച് കർമ്മകാണ്ഡം കൊണ്ട് വ്യാഖ്യാനത്തെ നിറച്ചു. അതുകൊണ്ട് പ്രൗഢന്മാരായ പണ്ഡിതന്മാർ തങ്ങൾ കർമ്മികളാകുന്നു എന്ന് വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അസ്മാദൃക്കുകൾക്ക് ആ വ്യാഖ്യാതാക്കന്മാർ യോഗികളല്ല കർമ്മികളാകുന്നു എന്ന് തീരുമാനിക്കുവാൻ അവരുടെ വ്യാഖ്യാനം മതി, കണ്ട് സംസാരിക്കേണ്ടതില്ല എന്ന അഭിപ്രായം. 385. അവർ യോഗ ആനന്ദത്തെ അനുഭവിച്ചവരായിരുന്നു എങ്കിൽ കർമ്മകാണ്ഡത്തെ ഖണ്ഡിച്ച് രാജയോഗം കൊണ്ട് അലങ്കരിച്ച് ഗീതയെ വ്യാഖ്യാനിക്കും, സംശയമില്ല. 386. ചന്ദ്രസൂര്യാഗ്നി നക്ഷത്ര വിയന്നാദാദയോത്ഭുതാഃ പ്രത്യയാ യോഗജാനോക്ത ഗീതാ വ്യാഖ്യാനകാരകൈഃ. 387. ആനന്ദചിഹ്നം കിഞ്ചിത്തേർ ദൃഷ്ടം ചേദതിവിസ്മയം വർണ്യേത കാമിനീ സംഗ സുഖവൽ കവിപുംഗവൈ. 388. ഗീതാവ്യാഖ്യാന സമയേ കർമ്മിണസ്തേന സംശയഃ തേനൈവ യോഗം ത്യക്ത്വാ തർവ്യാഖ്യാതം കർമ്മ വിസ്തൃതം. ചന്ദ്രൻ, സൂര്യൻ, അഗ്നി, നക്ഷത്രങ്ങൾ, ആകാശം, ദശനാദങ്ങൾ, നവരത്നപ്രഭ മുതലായി യോഗത്തിലുള്ള അത്ഭുത ചിഹ്നങ്ങളെ ഗീതയിൽ വ്യാഖ്യാതാക്കന്മാർ ഉദാഹരിച്ചിട്ടില്ല. അത്യത്ഭുതമായ ആനന്ദചിഹ്നം അല്പം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ കവിശ്രേഷ്ഠന്മാർ സുന്ദരീ സംഘ സുഖത്തെ എന്ന പോലെ വർണ്ണിക്കും. പബ്ലിക്കായി പറവാൻ കൊള്ളാത്ത സ്ത്രീകളുടെ കചകുച സുരതാദികളെ വർണ്ണിച്ച് പ്രബന്ധങ്ങളെഴുതി ലജ്ജയില്ലാതെ പ്രസിദ്ധപ്പെടുത്തുന്നു. ആ സ്ഥിതിക്ക് സർവ്വ ആനന്ദകരമായും സർവത്ര പ്രശംസനീയവുമായ രാജയോഗ ആനന്ദത്തെ വർണ്ണിക്കാതിരിപ്പാൻ കാരണമെന്ത്? അതിനെ അറിയാത്ത ഒറ്റ സംഗതി തന്നെ. ഗീതാഗോവിന്ദ കാവ്യം മുഴുവനും രാധാ ശ്രീകൃഷ്ണന്മാരുടെ സുരത വർണ്ണനമാകുന്നു. രാധയും കൃഷ്ണനും കൂടി ഓരോ രഹസ്യസ്ഥലങ്ങളിൽ വെച്ച് ചെയ്ത നാനാപ്രകാര ചുംബന ആലിംഗനാദി സമ്പ്രദായങ്ങളെയും അപ്പോൾ അവർക്കുണ്ടായ രസഭാവ വികാരങ്ങളെയും ഓരോന്നായി എടുത്തെടുത്ത് ഗീതാഗോവിന്ദത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് കേൾപ്പിൻ. ജയദേവ ആചാര്യരുടെ ഗീതാഗോവിന്ദ കാവ്യം 12 സർഗം 11 ശ്ലോകം.
ദൗർഭ്യം സംയമിതപയോധരഭരേണ പീഡിത പാണിരാവിദ്ധോ ദശനൈക്ഷതാധരപുടശ്രോണീതലേന ഹത ഹസ്തേനാനമിതക്കുചേധരസുധാസ്യന്തേന സമ്മോഹിത കാന്തകാമപിതൃപ്തിമാപതദഹോ കാമസ്യ വാമാഗതി. ഇങ്ങനെ രാധയുടെയും കൃഷ്ണന്റെയും അതായത് ജയദേവ ആചാര്യരുടെ കാമവികാരത്തെ വർണ്ണിക്കുന്ന ഗീതാഗോവിന്ദ കാവ്യം മുക്തിക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് ഘോഷിച്ചുകൊണ്ട് വിദ്വാൻമാർ പ്രസിദ്ധപ്പെടുത്തുന്നു. സ്ത്രീ സംയോഗത്തിൽ പലവിധത്തിൽ ആലിംഗന ചുംബന താടനാദികളെ പഠിപ്പാനല്ലാതെ മുക്തിക്ക് ഉപകാരപ്പെടുന്നതല്ല ഇത്തരം ഗ്രന്ഥങ്ങളെന്ന് ആലോചിക്കാതെ മുക്തിക്കായി പാരായണം ചെയ്തു വരുന്നു. ഇങ്ങനെയുള്ള വിദ്വാൻമാരും അവരെ അനുസരിക്കുന്നവരും സഗുണേശ ഭ്രമവും പ്രാർത്ഥനാ വിഗ്രഹ ആരാധനാദി കർമ്മങ്ങളും നിറഞ്ഞ ഭൂമിയിൽ അസ്മാദ്രക്കുകളായ ജ്ഞാനികളെ ആർ അനുസരിക്കും? ദുർലഭം ചില പേർ. ഇങ്ങനെ മറ്റൊരു കവിവാക്യം: കചകുച ചിബുകാഗ്രേ പാണിഷു വ്യാപൃതേഷു പ്രഥമജലധിപുത്ര്യാ സംഗമേ ചക്രപാണേ നിബടജഗനനീവീ ബന്ധനോന്മോചനായ ചതുരധികരാശാർഗിണോന പുനാതു. വൈകുണ്ഠത്തിൽ രഹസ്യമായി നടന്ന ലക്ഷ്മീദേവിയുടെയും വിഷ്ണുഭഗവാന്റെയും സുരതക്രിയയുടെ ഈ കവി എങ്ങനെ കണ്ടു? ലക്ഷ്മീദേവിയുടെ ജഘന വസ്ത്രത്തെ അഴിപ്പാൻ അഞ്ചാമത് ഒരു കയ്യനെ വിഷ്ണുഭഗവാൻ ആഗ്രഹിച്ചത് ഈ കവി എങ്ങനെ അറിഞ്ഞു? രാധാകൃഷ്ണന്മാർ എത്രയോ രഹസ്യത്തിൽ നടത്തിയ സുരതക്രീഡാ പ്രകാരങ്ങളും കാണിച്ച വികാരങ്ങളും ഗീതാഗോവിന്ദ ഗ്രന്ഥകാരനായ ജയദേവ ആചാര്യനും ഗീതാഗോവിന്ദ വ്യാഖ്യാതാക്കന്മാരും എങ്ങനെ കണ്ടു, എങ്ങനെ അറിഞ്ഞു? ഇവരെ സാക്ഷിയായി നിർത്തിക്കൊണ്ടാണോ രാധാശ്രീകൃഷ്ണന്മാർ സുരതക്രീഡ നടത്തിയത്? ശ്വാക്കൾ, ഗോക്കൾ മുതലായ നിർലജ്ജ ജന്തുക്കളല്ലാതെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമോ? ക്രീഡിച്ച് രാധാകൃഷ്ണന്മാർക്ക് കൂടി ഓർമ്മയിൽ വെപ്പാൻ കഴിയാത്ത രഹസ്യ ലീല ചാവല്യത്തെ ഇവർ വർണ്ണിച്ചിരിക്കുന്നു. ഇവരും ഇവരുടെ ഭാര്യമാരും പരസ്പരം കാണിച്ച കാമഭ്രാന്തിന്റെ രീതിയനുസരിച്ച് രാധാ ശ്രീകൃഷ്ണ സുരത സമ്പ്രദായത്തെ വർണ്ണിച്ചതല്ലാതെ ഇവർ സാക്ഷികളായി നിന്ന് കണ്ട് വർണ്ണിച്ചതല്ല. സ്ത്രീസുഖം അറിഞ്ഞതുപോലെ രാജയോഗാനന്ദത്തെ ഇവർ അറിഞ്ഞവരാകുന്നുവെങ്കിൽ ഭഗവത്ഗീത വ്യാഖ്യാനത്തെ യോഗാനന്ദപൂരിതമാക്കി ചെയ്യുമായിരുന്നു. ഗീതയെ വ്യാഖ്യാനിക്കുന്ന കാലത്തിൽ ആ പണ്ഡിതന്മാർ കർമ്മികൾ തന്നെ, സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് യോഗത്തെ വിട്ട് കർമ്മകാണ്ഡത്തെ വ്യാഖ്യാനത്തിൽ വിസ്തരിച്ചത്.